ജീവപ്രദമായ പീഡാനുഭവത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് പരിശുദ്ധ ശ്ലീഹന്മാരെ അറിയിച്ച മിശിഹാ തമ്പുരാനെ, ശ്രേഷ്ഠമായ ഉണ്മയിൽ നീ കഷ്ടതയിൽ നിന്ന് അകന്നകവനാകുന്നു. രഹസ്യകാര്യങ്ങൾ അറിയുന്നതിനും പരസ്യകാര്യങ്ങളുടെ ന്യായാധിപതിയുമായ നീ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ഇതാ, നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ അടിക്കുകയും കുരിശിൽ തറയ്ക്കുകയും ചെയ്യും. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. പാപത്തിൻ്റെ സകല ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാനായി ശരീരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പീഡ അനുഭവിച്ച നിന്നെ ഞങ്ങൾ ദൈവമെന്നും സ്വഭാവത്താൽ പീഡയില്ലാത്തവനെന്നും അറിയുന്നു. ആത്മീയ ശബ്ദങ്ങളാൽ ഞങ്ങൾ നിന്നെ വന്ദിച്ച് സ്തുതിച്ചു പറയുന്നു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആട്ടിൻകുട്ടിയെ പോലെ മൗനം ദീക്ഷിച്ചവനും ക്രൂശാരോഹണ സമയത്ത് രോമം വെട്ടുന്നവന് മുൻപിൽ പെണ്ണാടെന്ന പോലെ നിശബ്ദനായി നിന്നവനുമായ ദൈവീക കുഞ്ഞാട് നീയാകുന്നു. കയ്യാപ്പായുടെ ദാസരിൽ നിന്ന് പരിഹാസവും അടിയും ഏറ്റ ദൈവിക കുഞ്ഞാട് നീയാകുന്നു. യൂദാസ്കറിയാത്തായുടെ വഞ്ചന മുൻകൂട്ടി വെളിപ്പെടുത്തിയ ദൈവിക കുഞ്ഞാട് നീയാകുന്നു. അധർമ്മികൾ കാരണം കൂടാതെ കുറ്റം ചുമത്തി ശിക്ഷയ്ക്ക് വിധിച്ച ദൈവിക കുഞ്ഞാട് നീയാകുന്നു. കുറ്റക്കാരനായ ആദാമിന് പകരം ആക്ഷേപവും നിന്ദയും സഹിച്ച ദൈവിക കുഞ്ഞാട് നീയാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദുഷ്ടരിൽ നിന്ന് അപമാനവും പരിഹാസവും സഹിച്ച ദൈവിക കുഞ്ഞാട് നീയാകുന്നു. പ്രധാനാചാര്യന്റെ ഭൃത്യനിൽ നിന്നുള്ള അടി ചെകിട്ടത്തേറ്റ ദൈവിക കുഞ്ഞാടും നീയാകുന്നു. ലജ്ജയിൽ നിന്നും തുപ്പലിൽ നിന്നും മുഖം തിരിച്ചു കളയാതിരുന്ന ദൈവിക കുഞ്ഞാട് നീയാകുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ച ദൈവിക കുഞ്ഞാട് നീയാകുന്നു. കാരുണ്യവാനായ കർത്താവേ, നിന്റെ നന്മയോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച രക്ഷാകരമായ പീഡാനുഭവത്തിൽ നിന്നെ വിളിക്കുന്ന ഞങ്ങളുടെ മേൽ നീ കരുണ ചെയ്യണമേ. നീ ഞങ്ങൾക്ക് സഹായിയും സങ്കേതസ്ഥലവും ആയിരിക്കണമേ. നിന്റെ പീഡാനുഭവങ്ങളെ വിശ്വസിച്ച് നിന്റെ സ്ലീബായെ ഏറ്റുപറഞ്ഞിട്ടുള്ള ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലത്തു ഭാഗത്തു നിന്ന് കരുണ ദർശിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകുൽ സുബാൻ ലവൽ മീ